ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നത്തെയും പോലെ തന്നെ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ കുറച്ച് കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കുക്കിംഗ് ഒക്കെ കിച്ചണിലുണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിലെ വിശേഷങ്ങളൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, നമ്മുടെ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ടേബിളിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കപ്പ് ചായ, എനിക്കായിട്ട് ഒരു കപ്പ് ചായ എടുത്തു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് ദോശയാണ്. അപ്പോൾ ദോശയുടെ കൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും അതുപോലെ തന്നെ തേങ്ങ ചമ്മന്തി, വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് റെഡിയാക്കിയ തേങ്ങാ ചമ്മന്തിയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 2 ദോശ എടുത്തു. പിന്നെ വളരെ കുറച്ച് ചമ്മന്തി. എനിക്ക് പേഴ്സണലി ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ചമ്മന്തിനേക്കാളും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് സാമ്പാർ തന്നെയാണ്. അപ്പം ചമ്മന്തി ഉള്ളത് കൊണ്ട് ഒരു ചെറിയ സ്പൂൺ ചമ്മന്തി വെച്ചെന്നേ ഉള്ളൂ. എൻ്റെ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് സാമ്പാറാണ്. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ സാമ്പാർ എടുക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിലെയും അവിയലിലെയും ഒക്കെ വെജിറ്റബിൾസ് എടുത്ത് കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ പൊട്ടറ്റോയും അതുപോലെ തന്നെ മുരിങ്ങയ്ക്കായും നമ്മൾ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് കഴിക്കാനുള്ള എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ സാമ്പാർ റെഡിയാക്കിയിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ സാമ്പാർ തന്നെ യൂസ് ചെയ്യാം. സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡേയിലത്തേനും കൂടെ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസം കഴിക്കും, അതുപോലെ തന്നെ നെക്സ്റ്റ് ഡേയിലും നമുക്ക് സാമ്പാർ എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ട, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി വൈസ് കുറച്ച് കൂടുതലെടുക്കും. ഇന്നെടുത്തു, അത് നെക്സ്റ്റ് ഡേയിലും കൂടെ കഴിക്കാൻ പാകത്തിന്. പിന്നെ സാമ്പാറിൽ പൊട്ടറ്റോ ഒക്കെ ഒരു പ്രത്യേക ഇഷ്ടമായതുകൊണ്ട് പൊട്ടറ്റോയുടെയൊക്കെ അളവ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ടായിട്ട് ആപ്പിൾ കട്ട് ചെയ്ത് അത് ഒരു കുറച്ച് പീസ് കഴിച്ചു. അപ്പോൾ റെഡ് ആപ്പിളും അതുപോലെ തന്നെ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നമ്മളെടുത്ത ആ സാമ്പാർ തന്നെയാണ് ഉച്ചയ്ക്ക് നമ്മളിന്ന് ചോറിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നത്. പിന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ സാറായുടെ ഫേവറേറ്റ് ആണ് ഇത്, ബീട്രൂട്ട് മെഴുക്കുവരട്ടി, പിന്നെ സാമ്പാർ, പപ്പടം, പിന്നെ ചൂട് ചോറ്. അങ്ങനെ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നും അല്ല, നമ്മൾ വളരെ കുറച്ച് നമുക്ക് വേണമെന്ന് തോന്നുന്ന കുറച്ച് കറികളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ ടൈം ആയപ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് പ്ലേറ്റിലേക്ക് വിളമ്പി അതിന് ശേഷം ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും കുറച്ച് കൂടുതൽ ബീട്രൂട്ട് താളിച്ചതും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടവും അതുപോലെ തന്നെ കുറച്ച് സാമ്പാറും ഒക്കെ ചേർത്തിട്ട്, നമ്മൾ സാമ്പാർ എന്ന് പറയുമ്പോഴത്തേനും ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഫ്രൈകളോ ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സാമ്പാറും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ എനിക്ക് സാമ്പാറും ചോറ്, പപ്പടം, എന്തെങ്കിലും ഒരു ഫ്രൈ, ആ ഒരു കോംബോ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് കാര്യമായിട്ടുള്ള കറികളും സംഭവങ്ങളൊന്നും വെച്ചിട്ടില്ല. പിന്നെ ചോറിൽ ആ ഒരു പൊട്ടറ്റോ ഒക്കെ ചേർത്തിട്ട് ഉടച്ച് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് ഇന്ന് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ ഉച്ചയൂണ്. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ബോക്സ് ഒന്ന് ഓപ്പണാക്കി. അപ്പോൾ ചോക്ലേറ്റ് ബോക്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ടൈപ്പ് മിഠായിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ചോക്ലേറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള ടൈപ്പ് നമ്മൾ കുറച്ചെടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി ഓരോന്ന് ഷെയർ ചെയ്തൊക്കെ കഴിച്ചു. അതിനുശേഷം കുറച്ച് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും നമുക്ക് ചെറുതായിട്ടൊന്ന് വിശപ്പ് വന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് മസാല കുക്കീസ് ഉണ്ടായിരുന്നു. ഇത് സ്പൈസി ആയിട്ടുള്ള ഒരു ടൈപ്പ് കുക്കീസ്, നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മളിടയ്ക്ക് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. പിന്നെ വൈകുന്നേരം ടീ ടൈം ആയപ്പോഴത്തേനും ഒരു കപ്പ് ചൂട് ചായയും പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചപ്പവും പിന്നെ കുറച്ച് കൂടുതൽ റസ്ക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് ഐറ്റംസൊക്കെ റെഡിയാക്കി. അതും നമ്മൾ റസ്ക്കും അതുപോലെ തന്നെ അച്ചപ്പവും മസാല കുക്കീസും എല്ലാം ചേർത്ത് കഴിച്ചു. നല്ല ചൂട് ചായ, ഏലക്കയൊക്കെ ഇട്ട് നല്ല പതപ്പിച്ച നല്ല അടിപൊളി ചൂട് ചായ. അതിലേക്ക് നമ്മൾ മിൽക്കി റസ്ക്കാണ്. അപ്പോൾ നോർമൽ റസ്ക്കോ അതുപോലെ തന്നെ വീറ്റ് റസ്ക്കോ അല്ല, മിൽക്കി റസ്ക് ആയതുകൊണ്ട് തന്നെ ടേസ്റ്റ് കുറച്ച് കൂടുതലാണ്.
അതുപോലെ തന്നെ ഇന്നത്തെ ഡിന്നർ, അപ്പോൾ രാത്രി ആയപ്പോഴത്തേനും ഡിന്നറിൻ്റെ പ്രിപ്പറേഷനിലാണ്. ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് സ്പെഷ്യലാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമ്മളിതാ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുറച്ച് കറി ലീഫും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസുമായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് മാത്രമേ നമ്മൾ ഇന്ന് ഡിന്നറിന് വേണ്ടി റെഡിയാക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതാ കുറേ ദിവസം കൂടിയിട്ടാണ് പൊറോട്ട കഴിക്കുന്നത്. അപ്പം എല്ലാവർക്കും പൊറോട്ട കഴിക്കാൻ തോന്നി. അപ്പോൾ അതാ നമ്മൾ പൊറോട്ട ചൂട് പോകാതെ കാസ്ട്രോളിൽ അടച്ചു വെച്ചതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുക്കുംബറും ക്യാരറ്റ് സവോളയൊക്കെ അരിഞ്ഞതുണ്ടായിരുന്നു. പിന്നെ ബീഫ് എന്ന് പറയുന്നത് ഒരു റോസ്റ്റ് പരുവത്തിന്, ഒരു സെമി ഗ്രേവി പരുവത്തിനും. പിന്നെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ കൂടെ അവർ തന്ന ഒരു ഗ്രേവിയാണ്, ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ എന്ന് പറയുന്നത്, പൊറോട്ടയും ബീഫുമാണ്. പിന്നെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നതുകൊണ്ട് അതും കൂടെ നമ്മൾ മസാല പുരട്ടിയ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതും നമ്മൾ ഫ്രൈ ചെയ്ത് ഇതിൻ്റെ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ കൂടെ കിട്ടിയ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് സവോളയൊക്കെ കുറച്ച് കൂടുതലിട്ടിട്ടുള്ള എന്തോ ഒരു ബീഫാണോ മട്ടനാണോ ചിക്കനാണോ അങ്ങനെ എന്തോ തോന്നിപ്പിക്കുന്ന എന്തോ ഒരു ഗ്രേവി. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിന്നർ ഞാൻ എടുക്കുകയാണ്. ഞാൻ 1.5 പൊറോട്ട എടുക്കുന്നുള്ളൂ, മക്കൾക്ക് കണ്ടോ പിച്ചിയെടുത്ത പൊറോട്ട. അപ്പോൾ അതിൽ നിന്ന് ഒരു പൊറോട്ടയും ഒരു ഹാഫ് പൊറോട്ടയും കൂടെ ഞാൻ എടുത്തു. പിന്നെ ഒരു 2-3 പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ വളരെ കുറച്ച് ബീഫ് റോസ്റ്റും വളരെ കുറച്ച് എന്താ പറയുക ആ കിട്ടിയ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടെ ചേർന്നിട്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത്. നല്ല ചൂട് പൊറോട്ടയായിരുന്നു. എനിക്ക് ഈ ഒരു ഗ്രേവി ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ആ ബീഫ് റോസ്റ്റിനേക്കാളും ഞാൻ എടുത്തെടുത്ത് കൂട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയ ആ ഒരു ഗ്രേവി ആയിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഡിന്നർ ആയപ്പോഴത്തേനും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് തോന്നി പൊറോട്ടയും ബീഫും ഒക്കെ കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഡിന്നർ എന്ന് പറയുന്നത് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതായത് ഈ ടേസ്റ്റി ഡിഷസ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും എൻ്റെ ഹോംലി മീൽസും അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടേസ്റ്റി ഡിലീഷ്യസ് ഡിഷസൊക്കെ ആയിട്ട് അടുത്ത ദിവസം ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഡിന്നർ കഴിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ബീഫും പൊറോട്ടയും ആ ഒരു ഗ്രേവിയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. പൊറോട്ട എന്ന് പറയുന്നത് അത്ര വലിയ പൊറോട്ട ലവറൊന്നും അല്ല, ഒരുപാട് നാൾ കൂടി കഴിച്ചപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.